ഹലോ ഗൈസ്, ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഞാൻ വാക്സിനേഷൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇൻബോക്സിൽ വന്നിട്ട് എന്നോട് ഒരാൾ ഡൗട്ട് ചോദിച്ചത്. അപ്പോൾ ആ ഡൗട്ട് എന്താണെന്ന് നമുക്ക് കേൾക്കാം അല്ലേ. എന്തിനാണ് നമ്മൾ ഈ കുത്തിവയ്പ്പ് എടുക്കുന്നത്? യഥാർത്ഥത്തിൽ ഈ കുത്തിവയ്പ്പ് എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ചില ആളുകൾക്ക് വൈകല്യങ്ങൾ സംഭവിച്ചിട്ടില്ലേ? അപ്പം ഇത് ചെയ്യുന്നതുകൊണ്ട് ദോഷമാണോ ഗുണമാണോ ഉള്ളത്? കുത്തിവയ്പ്പ് എടുക്കുന്നതുകൊണ്ട് ഒരിക്കലും ദോഷമല്ല, ഗുണം തന്നെയാണുള്ളത്. കുത്തിവയ്പ്പ് എടുക്കുന്നത് ഒരിക്കലും ഒരു ദോഷമായിട്ടുള്ള ഒരു കാര്യമല്ല. പിന്നെ കുറേ പേർക്ക് ഇങ്ങനത്തെ തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കാം. ശരിക്കും കുത്തിവയ്പ്പ് എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഒരുപാട് മാരകമായ രോഗങ്ങളുണ്ട്. ഇതെല്ലാം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മുൻകരുതൽ എന്നോണം നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു മുൻകരുതൽ എന്നോണം എടുക്കുന്നതാണ് കുത്തിവയ്പ്പ്. ഇത് അതാത് സമയത്ത് കറക്റ്റ് വാക്സിൻ അതാത് സമയത്ത് കറക്റ്റ് ഡോസ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഓരോ മാതാപിതാക്കൾക്കും ഉണ്ട്. ഭാവിയിൽ വലിയ രോഗങ്ങൾ വന്നിട്ട് അതിന്റെ ദൂഷ്യഫലം അനുഭവിക്കുന്നതിനും എത്രയോ നല്ലതാണ് അതാത് സമയത്ത് കുഞ്ഞുങ്ങൾക്ക് വാക്സിനേഷൻ കറക്റ്റായിട്ട് കൊടുക്കുന്നത്. ഈ കുത്തിവയ്പ്പ് എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ചില ആളുകൾക്ക് വൈകല്യങ്ങൾ സംഭവിച്ചിട്ടില്ലേ? അപ്പം ഇത് ചെയ്യുന്നതുകൊണ്ട് ദോഷമാണോ ഗുണമാണോ ഉള്ളത്? കുത്തിവയ്പ്പ് എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ചില ആൾക്കാർക്ക് വൈകല്യങ്ങൾ സംഭവിച്ചിട്ടില്ല എന്ന് ചോദിക്കുന്നത്. നമ്മൾ കൊറോണയ്ക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൊറോണയ്ക്ക് നമ്മൾ വാക്സിൻ എടുക്കുന്നുണ്ടല്ലേ. അതെന്തുകൊണ്ടാണ്? കൊറോണ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു മുൻകരുതൽ എന്നോണാണ് വാക്സിൻ എടുക്കുന്നത്. എന്നിട്ടും വാക്സിൻ എടുത്തവരിലും കുറെ പേരിൽ കൊറോണ വരാറുണ്ട്. അതേപോലെ തന്നെയാണ് റെയർ കേസുകളിലാണ് അങ്ങനെ വരാറ്. അത് വളരെ 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 കുറവാണ്. 100-ൽ 99% അങ്ങനെ ഉണ്ടാവലില്ല. 1% ചിലപ്പോ അങ്ങനെ ഉണ്ടാവലുണ്ട്. ഫോർ എക്സാമ്പിൾ കൊറോണയ്ക്ക് നമ്മൾ വാക്സിൻ എടുക്കുന്നു, എന്നിട്ട് നമുക്ക് കൊറോണ വരുന്നുണ്ട് അല്ലെ. അതേപോലെ തന്നെയാണ് ഇതും.